ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം, കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അല്പം വലുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സബോള ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഒരു 2-3 വറ്റൽമുളക്, പിന്നെ ഒരു 10-15 കാഷ്യൂ നട്ട്സ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് 10-15 ഒക്കെ എടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ സബോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പം മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 3 വലിയ തക്കാളി, അതും ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യമുള്ള ഉപ്പുകൂടി ചേർക്കുക. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഈ അടിച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം അരപ്പ് നല്ല ഫൈനായിട്ട് കണ്ടോ അരഞ്ഞു വന്നിട്ടുണ്ട്. അതുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഒരു 10-20 മിനിറ്റെങ്കിലും ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ആ തക്കാളിയുടെയും ചില്ലി പൗഡറിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ കറി നല്ല കുറുകിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മുടെ പരുവത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാനൊരല്പം വെള്ളം കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 പിഞ്ച് ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കസൂരി മേഥി ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ടേസ്റ്റിനും ഫ്ലേവേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അമൂലിൻ്റെ പനീറാണ്. ഇതിങ്ങനെ ക്യൂബ്സായിട്ട് തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതാണ് കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പനീർ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറിക്ക് ഓൾറെഡി തിക്നെസ് ഉണ്ട്, എന്നാലും ഒരു ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറി തിളപ്പിക്കരുത്, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹണി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കുക. ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. അപ്പം ഈ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്. താങ്ക് യു.